സഭയിൽ പല തിരുനാളുകളും വണക്കമാസങ്ങളും ആചരിക്കാറുണ്ട്. മെയ് മാസം മാതാവിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട മാസമായിരുന്നു. ജൂൺ മാസമാകട്ടെ ഈശോയുടെ തിരുഹൃദയത്തിനായി സമർപ്പിക്കപ്പെട്ട മാസവും. അതുകൊണ്ട് തന്നെയാണ് ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന് വണക്കമാസം നമ്മൾ ഭവനങ്ങളിൽ ചൊല്ലുന്നത്. കൂടാതെ എല്ലാ വർഷവും ജൂൺ മാസത്തിലാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നതും. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് 8-ാം ദിവസവും പെന്തകുസ്ത ഞായർ കഴിഞ്ഞ് 19-ാം ദിവസവും മറിയത്തിന്റെ വിമലഹൃദയത്തിന് തിരുനാളിന് തലേ ദിവസവുമാണ് സഭ ഈശോയുടെ തിരുഹൃദയത്തിന് തിരുനാൾ ആഘോഷിക്കുന്നത്. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കാണ് ഈശോയുടെ തിരുഹൃദയത്തിന് ഭക്തി പ്രചരിപ്പിച്ചത്. ഫ്രാൻസിലെ വിസിറ്റേഷൻ മഠത്തിലെ കന്യാസ്ത്രീയാണ് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക്. 1672 വിശുദ്ധയ്ക്ക് ഈശോ പലതവണ ദർശനം നൽകുകയും വിശുദ്ധയോട് ഇപ്രകാരം പറയുകയും ചെയ്തു: കുരിശിൽ മുറിവേറ്റ എൻ്റെ ഹൃദയം മനുഷ്യരുടെ നിന്ദാപമാനങ്ങളാൽ ഇന്നും മുറിവേൽക്കുന്നു. അതിന് പരിഹാരമായി എൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ദൈവിക കാരുണ്യവും സ്നേഹവും നീ എല്ലായിടത്തും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. കുമ്പസാരിക്കാനും അടുക്കലടുക്കൽ, പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാനും വിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യാനും ഈശോ വിശ്വാസികളെ ക്ഷണിക്കുന്നു. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിലൂടെയാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചുര പ്രചാരം നേടിയതെങ്കിലും സഭയുടെ ആരംഭകാലം മുതൽ തന്നെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി സഭയിൽ നിലനിന്നിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് എല്ലാ മാർപ്പാപ്പമാരും ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ മുമ്പിട്ട് നിന്നവരാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പ തിരുഹൃദയ ഭക്തിയുടെ മാഹാത്മ്യം സഭയ്ക്ക് മനസ്സിലാക്കി തരാൻ 1956 ഓൺ ദ സേക്രഡ് ഹാർട്ട് എന്ന ചാക്രിക ലേഖനം എഴുതി. ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ 1765 പോളണ്ടിലാണ് ആരംഭിച്ചത്. 1856 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലം മുതൽ ഈശോയുടെ തിരുഹൃദയത്തിന് തിരുനാൾ ആഗോള സഭയിൽ ആചരിക്കാൻ തുടങ്ങി. 1899 ലേയോ 13-ാമൻ പാപ്പ ഈ തിരുനാളിന് ഉന്നതമായൊരു സ്ഥാനം സഭയുടെ ആരാധനക്രമത്തിൽ നൽകി. പിന്നീട് പിയൂസ് 11-ാമൻ പാപ്പ ഈ തിരുനാളിന്റെ ആരാധനക്രമ പ്രാർത്ഥനകൾ നവീകരിക്കുകയും വലിയ തിരുനാളായി ഇതിനെ ഉയർത്തുകയും ചെയ്തു. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് വളരാനും ആ ദിവ്യഹൃദയത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ജൂൺ മാസത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധ ചെലുത്താം.